എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാസ്തു ടിപ്സ് സുഖമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട്. എല്ലാ വീട്ടിലും ഏതെങ്കിലും ഒരു വ്യക്തി സുഖമില്ലാതെ ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. അപ്പം ഇങ്ങനെ നോക്കാമെങ്കിൽ ഒരു വീട്ടിന് 4-5 കാരണം ഉണ്ടാവും. ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വാസ്തു പ്രോബ്ലം, മെയിൻ ഡോർ നെഗറ്റീവ് എനർജിയിലുണ്ടെങ്കിൽ അതും പ്രശ്നമുണ്ടാവും. പിന്നെ വീട്ടിൽ വീട് അൺബാലൻസിങ് ആണെങ്കിൽ താഴെയും മേലെയും അല്ലെങ്കിൽ വെക്കേണ്ട സ്ഥാനം ശരിയില്ലെങ്കിൽ അൺബാലൻസിങ് ഇല്ല വീടുണ്ടെങ്കിൽ ഈ ഒരു കാരണം ഉണ്ടാവും. പിന്നെ 4ാമത്തെ കാരണം കിടക്കുന്ന ഡയറക്ഷൻ ശരിയില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും. 5ാമത്തെ കാരണം വീട്ടിലത്തെ പല സാധനം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു ചില ഫോട്ടോസ്, എന്തെങ്കിലും വീട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയും സൂക്കേട് വരാൻ സാധ്യതയുണ്ട്. സൂക്കേടല്ല, പല ദോഷങ്ങളും വരാൻ സാധ്യതയുണ്ട്. വീട്ടിലത്തെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവിടെ രാത്രി കിടന്നുറങ്ങുന്ന ബെഡിൻ്റെ അരികത്ത് ഒന്നുകിൽ ടേബിളോ അല്ലെങ്കിൽ സ്റ്റൂളോ, നിലമായാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. അതൊന്നും ഇല്ലെങ്കിൽ നിലം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കോപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ കോപ്പർ വെസൽ അല്ലെങ്കിൽ സാധാരണ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. അതിനകത്ത് കുടിക്കുന്ന വെള്ളം എടുത്തു വെക്കാം കിടന്നുറങ്ങുന്ന സമയത്ത് ഡെയിലി. എന്നിട്ട് അത് മുകളിൽ മൂടാതെ നോക്കാം. മൂടാൻ പാടില്ല. വെള്ളത്തിൻ്റെ മുകളിൽ മൂടാൻ പാടില്ല. പൈപ്പിലെ വെള്ളം ആയിരിക്കാൻ പാടില്ല, കുടിക്കുന്ന വെള്ളമായിരിക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളമായിരിക്കണം. എന്നിട്ട് അത് രാവിലെ എണീച്ചിട്ട് അത് ചെടികൾക്ക് ഡ്രെയിൻ ചെയ്യും. ഇങ്ങനെ ഒരു 40-50 ഡേയ്സ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 40-50 ഡേയ്സ് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ അവിടെ സുക്കേട്, ഏത് സുക്കേടായാലും മെല്ലെ അത് റിലീസാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ ബെഡിൻ്റെ മുകളിൽ ക്ലോക്ക് കാണാൻ പറ്റും. ക്ലോക്ക് വെച്ച് ഇത് കാണാൻ പറ്റും. ഒന്നുകിൽ തലേൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മുകളിൽ ക്ലോക്ക് വെച്ചതായിട്ട് ഞാൻ പല സ്ഥലത്തും പോയ സമയത്ത് ഞാൻ കണ്ട അറിവാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ബെഡിൽ കിടക്കുന്ന വ്യക്തി എപ്പോഴും സുക്കേടിലായിരിക്കും. ഒരു സുക്കേട് മാറിക്കഴിഞ്ഞാൽ വേറൊരു സുക്കേട്, തുമ്പൽ മാറിക്കഴിഞ്ഞാൽ പനി മാറിക്കഴിഞ്ഞാൽ ആസിഡിറ്റി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാലുവേദന, കൈവേദന, ചില കൂട്ടർക്ക് ഡിപ്രഷൻ. ഇത് ഒരിക്കലും മാറില്ല ഈ ക്ലോക്ക് അവിടുന്ന് എടുത്തു മാറ്റുന്നവരെ. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ മാഗ്നറ്റിക് പവറിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ഓരോ അവയവങ്ങൾ അത് അൺബാലൻസിങ് ആയി വരും. അത് കാരണം നമ്മുടെ ശരീരം അൺബാലൻസിങ്ങിൽ വരും. അതിൽ വരുന്ന ഓരോ രോഗങ്ങളാണ് അവിടെ ക്ലോക്കിൻ്റെ താഴെ കിടക്കുന്ന വ്യക്തികൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കിടക്കുന്നതിൻ്റെ തലേൻ്റെ മുകളിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മുകളിലോ ബെഡിൻ്റെ മുകളിൽ ക്ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ നോക്കാം. 10-15 ദിവസം നോക്കാം. എന്നിട്ട് അതിൻ്റെ കമൻസ് എനിക്ക് റിസൾട്ട് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നാളെ കാണാം.